നമ്മളെല്ലാം വളരെയധികം ആവേശത്തോടെ കാത്തിരുന്ന വിജയുടെ ഏറ്റവും അവസാനത്തെ സിനിമയായ ജനനായകൻ അങ്ങനെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായിരുന്ന മമിത ബൈജു, ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, പ്രിയാമണി, ഗൗതം മേനോൻ എന്നിവരാണ്. ഈ ചിത്രത്തിന്റെ കഥ പറയുന്നത് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാകുന്ന വിജയ് കുറച്ച് നാളുകൾക്ക് ശേഷം ജയിലിൽ പുതിയ സൂപ്രണ്ടായി വരുന്ന ഗൗതം മേനോനുമായും അദ്ദേഹത്തിന്റെ മകളുമായും നല്ലൊരു സൗഹൃദം സ്ഥാപിക്കുകയും കുറച്ച് നാളുകൾക്ക് ശേഷം ഗൗതം മേനോന്റെ സഹായത്തോടെ വിജയ് ജയിൽ മോചിതനാവുകയും ചെയ്യുന്നു. ജയിൽ മോചിതനായ വിജയ് ഗൗതം മേനോനെ കാണാൻ ചെല്ലുന്ന ദിവസം ഗൗതം മേനോൻ ഒരു അപകടത്തിൽ മരിക്കുകയും അദ്ദേഹത്തിന്റെ മകളെ വിജയ് എടുത്തു വളർത്തുകയും ചെയ്യുന്നു. ഈ കുട്ടിക്ക് തന്റെ അമ്മയുടെ കൊലപാതക ദൃശ്യം നേരിട്ട് കണ്ടത് മൂലമുണ്ടായ പേടിയെ അതിജീവിക്കാൻ വിജയ് കാണിക്കുന്ന പരിശ്രമങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസുമാണ് ഈ ചിത്രത്തിൽ മുഴുനീളം പറയുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ എന്നതിലുപരി ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന രീതിയിൽ സിനിമയെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമതായി ഫസ്റ്റ് ഹാഫ് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് എന്താണ് ഈ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്നോ കഥാപശ്ചാത്തലമോ മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രേക്ഷകരെ വല്ലാതെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ മെന്റലി വീക്കാക്കി കളയുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ ഒരുപാട് ക്ലീഷേ സീനുകൾ ഉണ്ടെങ്കിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ വിജയ് തന്റെ വേണ്ടപ്പെട്ട ആളുകളെ കാണാൻ പോകുമ്പോൾ അവരെല്ലാം അതേ ദിവസം തന്നെ മരിക്കുകയാണ്. ഉദാഹരണമായി പറയുകയാണെന്നുണ്ടെങ്കിൽ വിജയുടെ അമ്മയെ കാണാൻ പോകുന്ന സാഹചര്യത്തിൽ അതേ ദിവസം വളരെ കാലങ്ങൾക്ക് ശേഷം വിജയുടെ അമ്മേനെ കാണാൻ പോവുകയാണ്. ആ ഒരു ദിവസം തന്നെ ആ ഒരു വിജയെ കാണുന്ന ഉടനെ തന്നെ അമ്മ മരിക്കുകയാണ്. അതുപോലെ തന്നെ വിജയ് തന്റെ സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥനെ കാണാൻ പോകുന്ന അതേ ദിവസം തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആക്സിഡന്റിൽ മരിക്കുകയാണ്. ഇതിൽ അഭിനയിച്ച മമിത ബൈജു, അതുപോലെ തന്നെ മമിത ബൈജുവിന്റെ കുട്ടിക്കാലം അഭിനയിച്ച കുട്ടിയുമാണ് ഈ ചിത്രത്തിൽ നല്ലൊരു രീതിയിൽ അഭിനയം കാഴ്ചവെച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ വിജയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ സീൻസ് ഒന്നും തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഓരോ 15 മിനിറ്റിലും വിജയ്ക്ക് ഒരു എൻട്രി സീൻ ഉണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫിൽ എവിടെയും നല്ലൊരു എൻട്രി സീൻ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വില്ലനായി അഭിനയിച്ച് ബോബി ഡിയോളിനെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് എൻട്രി തന്നെ നല്ലൊരു ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഒരുപാട് കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം ആദ്യത്തെ ഒരു ജയിൽ സീനിന് ശേഷം സ്വാസ്നിയ എന്ന് പറയുന്ന ഒരു ഇമാജിനറി കൺട്രിയിലോട്ട് പോകുന്നു, അവിടുത്തെ പ്രശ്നങ്ങൾ കാണിക്കുന്നു. അതിന് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നാട്ടിലോട്ട് വരും, നാട്ടിലെ പ്രശ്നങ്ങൾ കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു പല പ്രേക്ഷകർക്കും ഒന്നും മനസ്സിലാകാത്ത കണക്ക് ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ ആയിരിക്കും മേ ബി അവർക്ക് അനുഭവപ്പെടാൻ സാധ്യത ഉണ്ടാവുക. അതുപോലെ തന്നെ രജനീകാന്തിന്റെ സിനിമയായ 2.0 പക്ഷിരാജിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഏതായാലും കുറച്ച് സീൻസുകളൊക്കെ ഇതിലുണ്ടായിരുന്നു. എന്നാൽ ഇത് തികച്ചും ഒരു ആനിമേഷൻ ചിത്രത്തെക്കാൾ പരാജയമാണെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ സിനിമയിലൂടെ വിജയ് പറയാൻ ആഗ്രഹിക്കുന്നത് റിലീജിയസ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. അവ എങ്ങനെ ഇലക്ഷനെ ബാധിക്കുന്നു എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെയാണ് സിനിമയിലൂടെ പറയുന്നത്. അതുപോലെ ഒരു സിനിമ എന്നതിലുപരി ഒരു മോട്ടിവേഷൻ സ്പീച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ഷന് മുമ്പുള്ള ഒരു ക്ലാസ് ആയിട്ടോ വേണമെങ്കിൽ ഈ ചിത്രത്തെ കാണാം. ഇലക്ഷനെ കുറിച്ച് അറിവില്ലാത്ത ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ ഒരു ചിത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തന്റെ അവസാന ചിത്രം എന്നതിലുപരി തന്റെ രാഷ്ട്രീയത്തിലോട്ടുള്ള വരവിന് ശക്തി കൂട്ടുക എന്ന ആശയമായിരിക്കും മേ ബി വിജയ് ഈ ഒരു ചിത്രം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയുടെ അവസാന ചിത്രമായി ജനനായകൻ മാറാതെ ഭാവിയിൽ ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ ചെയ്യാൻ വിജയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.